ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വ്യത്യസ്തമായ രീതിയിൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പായസമാണ്, വൻപയർ പായസം. അപ്പം ഇതിനു മുമ്പുള്ള ഓണം റെസിപ്പീസ് വീഡിയോസിലൊക്കെ നമ്മുടെ ചാനലിൽ അടപ്രഥമൻ, പാലടപ്രഥമൻ, പരിപ്പ് പ്രഥമൻ, അതുപോലെ കടലപ്രഥമൻ, അങ്ങനെ ഒട്ടുമിക്ക എല്ലാ പായസം വീഡിയോസും അതുപോലെ സദ്യ കറികളുടെ വീഡിയോസും പലഹാരങ്ങളുടെ വീഡിയോസും എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടു നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ, ഹാപ്പി ഓണം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ പായസത്തിന് വേണ്ടി ഞാൻ 1 കപ്പ് വൻപയർ ഒന്ന് കഴുകിയിട്ട് ഒന്ന് കുതിർത്ത് വെച്ചേക്കും. ഇത് 4-5 മണിക്കൂർ നേരം ഒന്ന് കുതിരാനിടണം. അപ്പോൾ വൻപയർ അറിയാമല്ലോ, ഇതാണ് എടുത്തത്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ടിനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വൻപയർ അളന്നെടുത്ത് അതേ കപ്പിൽ തന്നെ 3 കപ്പ്. ഇനി ഇത് നല്ലതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ എങ്ങനെ ഒരു 6 വിസിൽ ഒക്കെ വേണ്ടി വരും. ഇപ്പോൾ ഈ പയർ ഇവിടെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ചൊന്ന് ഉടച്ചു കൊടുക്കണം. ഇപ്പോൾ കുറച്ച് വെള്ളമുണ്ട്. ഇതിപ്പോൾ ഞാൻ ഈ രീതിയിലൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഒരു 1/4 ഭാഗം ഉടയ്ക്കാനുണ്ട്, ഒരു 3/4 ഭാഗം ഞാൻ ഉടച്ചു. അപ്പോൾ പായസം വെക്കാൻ വേണ്ടി ഞാൻ ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 300 ഗ്രാം ശർക്കര ഒന്ന് ഉരുക്കി എടുത്തിട്ടുണ്ട്. 300 ഗ്രാം ശർക്കരയിലോട്ട് 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇത് അരിച്ച് വേണം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ. ഇതിലോട്ട് ഈ പയർ വേവിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ശർക്കരപ്പാനിയിൽ ഇതൊന്ന് വരട്ടിയെടുക്കണം. ഈ പയർ നല്ലതായിട്ട് വേവിച്ചുടച്ചതിന് ശേഷമേ ഇതിൽ ചേർക്കാവൂ. വേവാത്ത പയർ ശർക്കരപ്പാനി ചേർക്കരുത്, അങ്ങനെയാണെങ്കിൽ അത് വേവത്തില്ല. ഈ പയർ 3/4 ഭാഗമൊക്കെ ഒന്ന് ഉടയ്ക്കുമ്പോൾ നല്ലൊരു കൊഴുപ്പും കിട്ടും. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, അടുക്കി പിടിക്കാതെ നോക്കണം. ഇതിപ്പോൾ കുറച്ചൊന്ന് കുറുകിയിട്ടുണ്ട്. സമയത്ത് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒന്നും കൂടെ ഒന്ന് ഇളക്കാം. നെയ്യ് ഒഴിച്ചു കഴിഞ്ഞ് 2 മിനിറ്റ് നേരമൊക്കെ ഒന്ന് ഇളക്കിയാൽ മതി. ഇനി ഇതിലോട്ട് 2ാം പാൽ ഒഴിച്ചു കൊടുക്കണം. 2 കപ്പ് 2ാം പാൽ, അതായത് 500 ml 2ാം പാൽ. ഇനി ഇതിൽ കിടന്ന് കുറച്ചൊന്ന് കുറുകണം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. സമയത്ത് ഇതിലോട്ട് 1/2 ടീസ്പൂൺ ചുക്കുപൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലോട്ട് 1 കപ്പ് 1ാം പാൽ ചേർത്ത് കൊടുക്കണം. തിക്കായിട്ടുള്ള പാൽ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു ചൂടിൽ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ നല്ലതായിട്ടൊന്ന് ചൂടായിട്ട് വരും. 1 നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നെയ്യിൽ ഈ തേങ്ങാക്കുത്തും എള്ളും ഒന്ന് വറുത്തിടണം. പാനിലോട്ട് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നതിന് വരെ ഒന്ന് വറുത്തെടുക്കുക. തേങ്ങാക്കൊത്തൊന്നും മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഈ എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ എള്ളും എടുത്തിട്ടുണ്ട്. കറുത്തെള്ളും വെളുത്തെള്ളും കൂടെ മിക്സ് ചെയ്ത് എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അതെടുത്താൽ മതി. ഇനിയിപ്പോൾ എള്ള് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് നേരം വേണ്ട, എള്ള് പെട്ടെന്ന് മൂത്ത് വരും. മതി. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ആറിയപ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് കട്ടിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പായസം ഇത്. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാനും പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.